സ്റ്റാൻഡേർഡ് 5 അധ്യായം 10 വിണ്ണിലെ വിസ്മയങ്ങളും മണ്ണിലെ വിശേഷങ്ങളും. ഭൂമിയോട് ഏറ്റവും അടുത്ത് സ്ഥിതി ചെയ്യുന്ന നക്ഷത്രം സൂര്യൻ. കോടിക്കണക്കിന് നക്ഷത്രങ്ങൾ ഉൾപ്പെടുന്ന നക്ഷത്ര സമൂഹമാണ് ഗാലക്സികൾ. നക്ഷത്രങ്ങൾ മിന്നുന്നതെന്തുകൊണ്ട്? നക്ഷത്രങ്ങളിൽ നിന്ന് നേർരേഖയിൽ വരുന്ന പ്രകാശം അന്തരീക്ഷത്തിലൂടെ കടന്നു വരുമ്പോൾ നിരന്തരമായി ദിശാവ്യതിയാനത്തിന് വിധേയമാകുന്നതുകൊണ്ട്, അഥവാ അപവർത്തനം മൂലം. സൂര്യനോട് ഏറ്റവും അടുത്ത് സ്ഥിതി ചെയ്യുന്ന ഗ്രഹം ബുധൻ. സൂര്യനിൽ നിന്നും ഏറ്റവും അകലെ സ്ഥിതി ചെയ്യുന്ന ഗ്രഹം നെപ്റ്റ്യൂൺ. പ്രഭാത നക്ഷത്രം, പ്രദോഷ നക്ഷത്രം എന്നിങ്ങനെ അറിയപ്പെടുന്ന ഗ്രഹം ശുക്രൻ. ചുവന്ന ഗ്രഹം എന്നറിയപ്പെടുന്ന ഗ്രഹം ചൊവ്വ. നീലഗ്രഹം ഭൂമി. ഏറ്റവും തണുപ്പുള്ള ഗ്രഹം യുറാനസ്. ഏറ്റവും ചൂടുള്ള ഗ്രഹം ശുക്രൻ. ഏറ്റവും വലിയ ഗ്രഹം വ്യാഴം. ഏറ്റവും ചെറിയ ഗ്രഹം ബുധൻ. വലുപ്പത്തിൽ 2ാം സ്ഥാനത്തുള്ള ഗ്രഹം ശനി. ഏറ്റവും വേഗത്തിൽ സൂര്യനെ ചുറ്റുന്ന ഗ്രഹം ബുധൻ. ഏറ്റവും തിളക്കമുള്ള ഗ്രഹം ശുക്രൻ. ജലത്തേക്കാൾ സാന്ദ്രത കുറഞ്ഞ ഗ്രഹം ശനി. ഉരുളുന്ന ഗ്രഹം യുറാനസ്. സൗരയൂഥത്തിലെ ഏറ്റവും ശക്തമായ കൊടുങ്കാറ്റുള്ള ഗ്രഹം നെപ്റ്റ്യൂൺ. ഉപഗ്രഹങ്ങൾ ഇല്ലാത്ത ഗ്രഹം ബുധൻ. പരിക്രമണത്തെക്കാൾ കൂടുതൽ സമയം ഭ്രമണത്തിന് വേണ്ട ഗ്രഹം ശുക്രൻ. ശുക്രനിലെ ഒരു വർഷത്തേക്കാൾ വലുതാണ് ഒരു ദിവസം. സൗരയൂഥത്തിന്റെ കേന്ദ്രം സൂര്യനാണെന്ന് ലോകത്തോട് വിളിച്ചു പറഞ്ഞത് നിക്കോളാസ് കോപ്പർനിക്കസ്. കോപ്പർനിക്കസിന്റെ സ്വദേശം പോളണ്ട്. ഭൂമിയിൽ നിന്നും സൂര്യനിലേക്കുള്ള ദൂരം 15 കോടി കിലോമീറ്റർ. ചൊവ്വയ്ക്കും വ്യാഴത്തിനും ഇടയിലായി കാണപ്പെടുന്ന ചെറുഗ്രഹങ്ങൾ പോലുള്ള ശിലാകഷ്ണങ്ങളാണ് ക്ഷുദ്രഗ്രഹങ്ങൾ. സൗരയൂഥത്തിൽ സൂര്യന് ചുറ്റും പരിക്രമണം ചെയ്യുന്ന ഗ്രഹങ്ങളെക്കാൾ ചെറുതും ഗോളാകൃതിയുള്ളതുമായ വസ്തുക്കളാണ് കുള്ളൻ ഗ്രഹങ്ങൾ. ക്ഷുദ്രഗ്രഹങ്ങളിൽ നിന്നും ഭൂമിയുടെ അന്തരീക്ഷത്തിലേക്ക് അതിവേഗത്തിൽ പ്രവേശിക്കുന്ന ശിലാകഷ്ണങ്ങൾ ഉൽക്കകൾ. ഉൽക്കകളുടെ മറ്റൊരു പേര് കൊള്ളിമീനുകൾ. ഗ്രഹങ്ങളുടെ ഭ്രമണപഥങ്ങളുടെ ആകൃതി ദീർഘവൃത്തം. ഗ്രഹങ്ങൾക്ക് ചുറ്റും നിശ്ചിത സഞ്ചാരപഥത്തിലൂടെ വലം വെച്ചുകൊണ്ടിരിക്കുന്ന ആകാശഗോളങ്ങൾ. ഉപഗ്രഹങ്ങൾ. ഭൂമിയുടെ ഏക ഉപഗ്രഹം ചന്ദ്രൻ. എന്താണ് ഒരു നക്ഷത്രമാസം? ചന്ദ്രന് ഭൂമിയെ ഒരു തവണ വലം വയ്ക്കാൻ വേണ്ട സമയം. എത്ര ദിവസങ്ങളാണ് ഒരു നക്ഷത്രമാസത്തിൽ ഉള്ളത്? 27.3. ചന്ദ്രന് ഭൂമിയെ ഒരു തവണ വലം വയ്ക്കാൻ വേണ്ട സമയം 27.3 ദിവസം. എന്താണ് ബഹിരാകാശം? ഒരു ജ്യോതിർഗോളത്തിന്റെ അന്തരീക്ഷ പരിധിക്ക് അപ്പുറമുള്ള മേഖല. ഭൂമിയുടെ ആകൃതി ജിയോയിഡ്. ജിയോയിഡ് ആകൃതിയുടെ പ്രത്യേകത: ധ്രുവങ്ങൾ അല്പം പരന്നതും ഭൂമധ്യരേഖാഭാഗം ചെറുതായി വീർത്തതുമായ ഗോളാകൃതി. ഭൂമിക്ക് ഗോളാകൃതി ഉണ്ടെന്നും അത് സാങ്കല്പിക അച്ചുതണ്ടിൽ സ്വയം കറങ്ങുന്നുണ്ട് എന്നും വിശ്വസിച്ച ഭാരതീയ ശാസ്ത്രജ്ഞൻ ആര്യഭടൻ. ഭൂമി ഉരുണ്ടതാണെന്ന് തെളിയിച്ച നാവികൻ മഗല്ലൻ. ബഹിരാകാശത്ത് നിന്ന് നോക്കുമ്പോൾ ഭൂമി നീല നിറത്തിൽ കാണപ്പെടുന്നതിന്റെ കാരണം ഭൂമിയുടെ ഉപരിതലത്തിന്റെ ഏകദേശം 71% ജലമായതിനാൽ. ഭൂമിയിൽ പകലും രാത്രിയും മാറി മാറി വരുന്നതിന് കാരണം ഭൂമിയുടെ ഭ്രമണം. ഭൂമിക്ക് ഭ്രമണം പൂർത്തിയാക്കാൻ ആവശ്യമായ സമയം 23 മണിക്കൂർ 56 മിനിറ്റ് 4 സെക്കൻഡ്. ഭ്രമണം ചെയ്യുന്നതോടൊപ്പം ഭൂമി നിശ്ചിത സഞ്ചാരപഥത്തിലൂടെ സൂര്യനെ ചുറ്റി സഞ്ചരിക്കുന്നുണ്ട്. ഇത് അറിയപ്പെടുന്നത് പരിക്രമണം. ഭൂമിക്ക് ഒരു തവണ സൂര്യനെ ചുറ്റി സഞ്ചരിക്കാൻ വേണ്ട സമയം 365 ദിവസം. ഭൂമിയിൽ വ്യത്യസ്ത ഋതുക്കൾ ഉണ്ടാവുന്നതിന് കാരണം ഭൂമിയുടെ പരിക്രമണം. വൃക്ഷങ്ങൾ ഇലപൊഴിക്കുന്ന മലയാള മാസം മകരം. ഋതുഭേദങ്ങൾക്ക് കാരണം ഭൂമിയുടെ പരിക്രമണവും ഭൂമിയിൽ ലഭിക്കുന്ന സൗരോർജ്ജത്തിന്റെ ഏറ്റക്കുറച്ചിലുകളും. ഒരു പ്രദേശത്ത് നിശ്ചിത സമയത്ത് അനുഭവപ്പെടുന്ന അന്തരീക്ഷ അവസ്ഥ ദിനാന്തരീക്ഷ സ്ഥിതി. ദീർഘകാലമായി ഒരു പ്രദേശത്ത് അനുഭവപ്പെടുന്ന ദിനാന്തരീക്ഷ സ്ഥിതിയുടെ ശരാശരി. കാലാവസ്ഥ. പാതിരാസൂര്യന്റെ നാട്ടിൽ എന്ന കൃതി എഴുതിയത് എസ്.കെ. പൊറ്റക്കാട്. പാതിരാസൂര്യന്റെ നാട് എന്നറിയപ്പെടുന്നത് നോർവേ. വളർത്തുനായ്ക്കൾ വലിക്കുന്ന മഞ്ഞുവണ്ടി സ്ലെഡ്ജ്. ധ്രുവപ്രദേശങ്ങളിൽ ജീവിക്കുന്ന തദ്ദേശീയമായ ജനവിഭാഗം ഇനൂട്ടുകൾ അഥവാ എസ്കിമോകൾ. എസ്കിമോകൾ മഞ്ഞുകട്ട കൊണ്ട് നിർമ്മിക്കുന്ന വീട് ഇഗ്ലൂ. 2021 ഒക്ടോബർ 31 ഐക്യരാഷ്ട്ര സംഘടനയുടെ ഗ്ലാസ്ഗോ കാലാവസ്ഥാ സമ്മേളനത്തെ അഭിസംബോധന ചെയ്ത കെനിയൻ സ്കൂൾ വിദ്യാർത്ഥിനി എലിസബത്ത് വത്റ്റി. എന്താണ് കാലാവസ്ഥാ വ്യതിയാനം? അന്തരീക്ഷത്തിന്റെ താപനിലയിലുണ്ടാകുന്ന ഏറ്റക്കുറച്ചിലുകൾ. ഹരിത കേരളം മിഷൻ ഊന്നൽ നൽകുന്ന മേഖലകൾ: മണ്ണ്, ജലസംരക്ഷണം, ശുചിത്വം, മാലിന്യ സംസ്കരണം, ജൈവകൃഷി. ഹരിത കേരളം മിഷന്റെ ശ്രദ്ധേയമായ കർമ്മപരിപാടികൾ: ഹരിതകർമ്മസേന പച്ചത്തുരുത്ത്. ഹരിത കേരളം മിഷന്റെ ഏത് ക്യാമ്പയിന്റെ ഭാഗമായാണ് ഹരിതകർമ്മസേന പ്രവർത്തിക്കുന്നത്? മാലിന്യരഹിത കേരളം. തദ്ദേശ സ്ഥാപനങ്ങൾ നടപ്പിലാക്കി വരുന്ന മാലിന്യ സംസ്കരണ പ്രവർത്തനങ്ങൾ നിരീക്ഷിക്കാനുള്ള മൊബൈൽ ആപ്പ് ഹരിതമിത്രം സ്മാർട്ട് മാനേജ്മെന്റ് സിസ്റ്റം.
കേരളത്തിലെ ആദ്യ സമ്പൂർണ്ണ പച്ചത്തുരുത്ത് ജില്ല തിരുവനന്തപുരം. പച്ചത്തുരുത്ത് പദ്ധതിയുടെ ലക്ഷ്യങ്ങൾ: പൊതുസ്ഥലങ്ങളിൽ സ്വാഭാവിക വനമാതൃകകൾ സൃഷ്ടിച്ച് സംരക്ഷിക്കുക.